അതേ ഇതുപോലെ 3 വിരലും ഒരുമിച്ച് ടച്ച് ചെയ്യാവുന്ന പാകത്തിന് ടച്ച് ചെയ്താൽ മതി റീഡു ആയി വരുന്നത് കാണാം. അൺഡു, റീഡു. പെയിൻറ്റിങ് ചെയ്യാൻ സമയത്ത് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി ഒരുപാട് ട്രിക്കുകൾ പ്രോക്രിയേറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പെൻസിലിലെ ഡബിൾ ടാപ്പിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഷോർട്ട് കട്ടുകൾ നോക്കിയാലോ. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷിനെ തന്നെ ഇറേസറായി കിട്ടാൻ വേണ്ടി ഇറേസർ സെക്ഷനിൽ പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ഇറേസർ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ഏത് ബ്രഷാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ സെയിം ബ്രഷ് തന്നെ ഇറേസറിലേക്കും കൺവേർട്ട് ആവും. അൺഡു, വരയ്ക്കുന്നതിനിടയിൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഇറേസർ ഉപയോഗിച്ച് മായ്ക്കുന്നതിനേക്കാളും ഈസിയാണ് അൺഡു യൂസ് ചെയ്യാൻ. ദേ എവിടെയാണ് ആ സംഭവം. പക്ഷെ കഥ എവിടെ തീരുന്നില്ല. അതിലും ഈസിയാണ്. 2 വിരൽ ഉപയോഗിച്ച് സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ മതി. കണ്ടില്ലേ. റീഡു, അൺഡു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മനംമാറ്റം സംഭവിച്ച് വീണ്ടും അത് തിരിച്ചെടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ടൂളാണ് റീഡു. അതായത് നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം അൺഡു ചെയ്ത് തിരിച്ച് വീണ്ടും അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ റീഡു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺഡു ചെയ്തത് എന്താണോ അത് തന്നെ വീണ്ടും റീഡു ആയിട്ട് വരും. ദേ ഇവനാണ് ആ പുള്ളി. അൺഡു ചെയ്യാൻ 2 വിരലുകളാണെങ്കിൽ റീഡു 3 വിരലുകളാണ്.